നമസ്കാരം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രാജ്യത്തിന് തന്നെ ഭീഷണിയായ സാഹചര്യത്തിലാണ് ചടുല നീക്കവുമായി അജിത് ഡോവൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടിയുമായി അന്ന് രംഗത്തെത്തിയത്. അന്ന് കേന്ദ്ര ഏജൻസികളെ എല്ലാം കൂടെ ചേർന്ന് PFI പ്രവർത്തകരുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അതോടൊപ്പം തന്നെ അറസ്റ്റ് ഉൾപ്പെടെ നടത്തി പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ മുഴുവനായി നിരോധിക്കുകയും ചെയ്യുകയുണ്ടായി. നിലവിൽ പ്രവർത്തകർ ജാമ്യം നേടാൻ ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി ഉൾപ്പെടെ ജാമ്യം തള്ളുകയായിരുന്നു. നിലവിൽ ബംഗ്ലാദേശിലുണ്ടായ കലാപം ഇന്ത്യയിലും ആവർത്തിക്കുമെന്ന ഭീഷണിയുമായി SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി രംഗത്തെത്തിയിരിക്കുകയാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ സ്വച്ഛാധിപതിയായി വിശേഷിപ്പിച്ച ഫൈസി നരേന്ദ്രമോദിയുടെ വിധി ഇതാകുമെന്ന അർത്ഥത്തിലാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ആ ഒരു തരത്തിലാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സ്വച്ഛാധിപത്യം ഒരു താത്കാലിക പ്രതിഭാസമാണ്. എല്ലാ സ്വച്ഛാധിപതികളും വിടും. ഇത് ബംഗ്ലാദേശിലെ സ്വച്ഛാധിപതിയായിരുന്ന ഷെയ്ഖ് ഹസീനയിൽ അവസാനിക്കുന്നില്ല എന്നാണ് ഫൈസിയുടെ വിവാദമായ പ്രസ്താവന. ആസന്നമായ ഒരു കലാപത്തിന് തയ്യാറെടുക്കാനാണ് അണികൾക്ക് ആഹ്വാനം നൽകിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളും സുരക്ഷാ സേനകളും വിശ്രമമില്ലാത്ത നാളുകളാണ് വരുന്നതെന്ന് ഒരു പ്രതീതിയാണ് ഫൈസിയുടെ പ്രസ്താവനയിൽ ഫൈസി തന്നെ വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശ് സംഭവത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷ പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെയാണ്. 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും 8 അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. UPA നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരമായിരുന്നു നിരോധനം. 5 വർഷത്തേക്കാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. രാജ്യസുരക്ഷ, ക്രമസമാധാനം തകർക്കൽ എന്നിവ കണക്കിലെടുത്തായിരുന്നു നടപടി. പോപ്പുലർ ഫ്രണ്ട് എന്നത് നിലവിൽ PFIയുടെ ഒരു രാഷ്ട്രീയ രൂപമാണ്. PFI പ്രവർത്തകർ നിരോധിച്ചപ്പോൾ, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്ക് നിരോധിച്ചപ്പോൾ ഇവരെല്ലാം കൂട്ടത്തോടെ തന്നെ SDPയിലേക്ക് ചേക്കേറി. അവിടെ നിന്നുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധമായ പല കലാപങ്ങൾക്കും ഇന്ത്യയിൽ ഒട്ടനവധി നടന്ന CAA ഉൾപ്പെടെയുള്ള കർഷക സമരത്തിൽ, അതായത് കർഷകന്റെ വേഷത്തിൽ ഡൽഹിയിലേക്ക് ചെന്ന് വലിയ തോതിൽ ഒരു കലാപം തന്നെ സൃഷ്ടിക്കാനായിട്ട് ഇവർ നടത്തിയത് പല തെളിവുകളും ഇന്റലിജൻസ് ബ്യൂറോയുടെയും റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ്ങിന്റെയും കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമി പോലെയും SDPI പോലെയും പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളേക്ക് ഇപ്പോൾ നിലവിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ജമാഅത്ത് ഇസ്ലാമിനെയും SDPയെയും നിരോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തുന്നത്. അത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ, അതായത് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ വ്യക്തമായ രീതിയിൽ ഒരു ചടുലമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് ഓരോ മിനിറ്റ് വെച്ച് റിപ്പോർട്ടുകളെല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് വലിയൊരു കലാപം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ജമാഅത്തിനെയും SDPയെയും നിരോധിക്കാൻ, അവരെ പൂട്ടി അവരുടെ പ്രവർത്തകരെ ഒന്നടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി രാജ്യത്തെ ഒരു കലാപം ഉണ്ടാക്കാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്.